മക്കളെ, ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. യൂണിറ്റിൻ്റെ പേര് 10 എന്നാണ്. 10 എന്ന് പറഞ്ഞാൽ ഇലകൾ. ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇലകൾ പൊഴിയുന്ന ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കവിതയുടെ പേര് പേട് എന്നാണ്. കവിതയുടെ പേര് എന്താണ്? കവിതയുടെ പേര് പേട്. ആരാണ് എഴുതിയിരിക്കുന്നത്? സുശീൽ ശുക്ലയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. पेड़ तुम पेड़ नहीं तुम दर्जी, तुमने कितने सिले घोंसले, कितने सिली हवाएं, धूप सिली तो बिगड़ गई, कदरन कदरन छायाएं, पेड़ तुम पेड़ नहीं तुम दर्जी. നോക്കാം. പേട് എന്ന് പറഞ്ഞാൽ മരം, തും എന്ന് പറഞ്ഞാൽ നീ, പേട് നഹീം മരമല്ല, പേട് മരം, തും നീ അല്ലെങ്കിൽ നിങ്ങൾ, പേട് നഹീം മരമല്ല, തും ദർജി നീയൊരു തയ്യൽക്കാരൻ. അപ്പം എന്താ പറയുന്നത്? നീ ഒരു മരമല്ല, നീ പിന്നെ ആരാണ്? ഒരു തയ്യൽക്കാരനാണ്. നീ ഒരു മരമല്ല, ഒരു തയ്യൽക്കാരനാണ് എന്നാണ് കവി പറയുന്നത്. തുമ്നെ കിത്തനെ സിലെ ഗോൻസലെ കിത്തനി സിലി ഹവായേം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എത്ര കൂടുകൾ നീ തുന്നിച്ചേർത്തു. കിളിക്കൂടുകളിലെ മരത്തിൽ ഒരുപാട് കിളിക്കൂടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ കവി പറയാണ്, എത്ര കൂടുകളാണ് നീ തുന്നിച്ചേർത്തത്. തുമ്നെ കിത്തനെ, കിത്തനെ എത്ര മാത്രം, സിലെ സില പറഞ്ഞാൽ തുന്നുക, സിലെ ഗോസലെ, ഗോസലെ കിളിക്കൂട്, നീ എത്ര മാത്രം കിളിക്കൂടുകളാണ് തുന്നിച്ചേർത്തത്. കിത്തനി സിലി ഹവായേം, അതുപോലെ തന്നെ നീ എത്ര മാത്രം കാറ്റുകളാണ് തുന്നിച്ചേർത്തിരിക്കുന്നത്. നീ ഒരുപാട് കാറ്റുകളും അതുപോലെ തന്നെ കിളിക്കൂടുകളുമൊക്കെ തുന്നിച്ചേർത്തിരിക്കുന്ന നീ ആരല്ല? ഒരു മരമല്ല, നീ ആരാണ്? പിന്നെ ഒരു തയ്യൽക്കാരനാണ് എന്ന് പറയുകയാണ്. ധൂപ് സിലി തോ ബിഗർ ഗയി, കഥരൻ കഥരൻ ചായായി. ധൂപ് സിലി തോ, ധൂപ് പറഞ്ഞ വെയിൽ, വെയിൽ തുന്നിച്ചേർത്തപ്പോൾ എന്താണ് ചിതറിപ്പോയത്? കഥരൻ കഥരൻ ചായായം, ചായായം പറഞ്ഞ നിഴലുകൾ, ഛായ നിഴല്, ചായായം നിഴലുകൾ ചിതറിപ്പോയി. കഥരൻ കഥരൻ പറഞ്ഞ ചിതറുക. പേട് തും പേട് നഹീം തും ദർജി, അല്ലയോ മരമേ നീയൊരു മരമല്ല, നീയൊരു തയ്യൽക്കാരനാണ്. ദർജി തയ്യൽക്കാരൻ. നീയൊരു മരമല്ല, നീയൊരു തയ്യൽക്കാരനാണ്. നിനക്ക് തയ്യൽക്കാരനെ പോലെ എന്ത് ചെയ്യാൻ കഴിയും? കൂടുകൾ തുന്നിച്ചേർക്കാൻ കഴിയും. മരത്തില് കിളിക്കൂടുകളെല്ലാം തുന്നിച്ചേർക്കാൻ കഴിയുന്നു. നീ ആരല്ല? നീ ഒരു മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ് എന്നാണ് കവി പറയുന്നത്. മിട്ടി സിൽക്കർ രംഗ് ബനായേ, അത് മാത്രമല്ല, മിട്ടി സിൽക്കർ, മിട്ടി പറഞ്ഞ മണ്ണ്, മണ്ണ് തുന്നിച്ചേർത്ത് രംഗ് ബനായം നിറമുണ്ടാക്കി. മണ്ണ് തുന്നിച്ചേർത്തിട്ട് എന്തുണ്ടാക്കി? നിറം ഉണ്ടാക്കി. പാനി സിൽ ആകാശ്, പിന്നെന്താണ്? പാനി വെള്ളം, സിൽ വെള്ളം ചേർത്തിട്ട് ആകാശ് ആകാശമുണ്ടാക്കി. മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയാ തരാശ്, മണ്ണ്, നിറം, രംഗ് പറഞ്ഞാൽ നിറം, ഹവ കാറ്റ് അല്ലെങ്കിൽ വായു, മണ്ണ് വെള്ളം, മണ്ണ്, നിറം, വായു, വെള്ളം, പാനി വെള്ളം, വെള്ളം, ജോഡാ ദിയാ തരാശ് എന്നിവ സംയോജിപ്പിച്ച് നീയൊരു രൂപമുണ്ടാക്കി. പേട് തും പേട് നഹീം തും ദർജി, അല്ലയോ മരമേ നീയൊരു മരമല്ല, നീയൊരു തയ്യൽക്കാരനാണ് എന്നാണ് ഇവിടെ കവി. തുമ്നെ കിത്തനെ സിലെ കിനാരെ, കിത്തനി സിലി ജമീനെ, നീ എത്രമാത്രം തീരങ്ങൾ തുന്നിച്ചേർത്തിരിക്കുന്നു, അതിരുകൾ തുന്നിച്ചേർത്തിരിക്കുന്നു. കിത്തനി സിലി ജമീനൻ, എത്രമാത്രം തറകൾ, എത്രമാത്രം ഭൂമി നീ തുന്നിച്ചേർത്തിരിക്കുന്നു.
രംഗ് മഹക് കി ഹുയി സിലായി, നിറവും ഗന്ധവും തുന്നിച്ചേർത്ത്. ഫൂൽ സിലേ പശ്മീനെ, പൂക്കൾ കൊണ്ട് നീ മൃദുവായിട്ടുള്ള കമ്പിളി വസ്ത്രം ഉണ്ടാക്കിയിരിക്കുന്നു. പേട് തും പേട് നഹീം തും ദർജി, അല്ലയോ മരമേ നീ ഒരു മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. ആമുമേം ആമുക്കെ സ്വാദ് സിലേഹെ, നീ മാങ്ങയിൽ മാങ്ങയുടേതായിട്ടുള്ള രുചി നിറച്ചിരിക്കുന്നു. ജാമുൻമേം ജാമുൻകെ, ഞാവൽപ്പഴത്തിൽ ഞാവൽപ്പഴത്തിൻ്റെ രുചി നിറച്ചിരിക്കുന്നു. ബാഗ് മേം ബാഗ് കെ സ്വാദ് സിലേഹെ, നീ തോട്ടത്തിൽ തോട്ടത്തിൻ്റെ സ്വാദ് നിറച്ചിരിക്കുന്നു, തുന്നിച്ചേർത്തിരിക്കുന്നു. വനിക്കെ പേട് മേം വനിക്കെ, കാട്ടുമരങ്ങളിൽ കാട്ടുമരങ്ങളുടേതായിട്ടുള്ള ഒരു ഭംഗി നീ തുന്നിച്ചേർത്തിരിക്കുന്നു. പേട് തും പേട് നഹീം തും ദർജി, അല്ലയോ മരമേ നീയൊരു മരമല്ല, നീ തയ്യൽക്കാരനാണ് എന്നാണ് ഈ കവിതയിലൂടെ കവി പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ കവിതയുള്ളത്. എല്ലാവരും നന്നായിട്ട് ക്ലാസ് കണ്ട് പഠിക്കുക, വായിച്ച് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.